ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോക്സ്. ഞാൻ അനസ് യൂസഫ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം ടീമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2024-25 സീസണിലെ സ്ക്വാഡ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ നമ്മൾ 5th പൊസിഷനിലാണ് ഫിനിഷ് ചെയ്തത്. പ്ലേ ഓഫിലെ ആദ്യത്തെ മത്സരം തന്നെ തോറ്റു. അതിനുശേഷം 3 കൊല്ലമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ കോച്ചായിട്ടുള്ള ഇവോൻ ബുക്കോമിനോവിച്ചുമായിട്ടുള്ള കരാറ് ടീം റിന്യൂ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ISL കഴിഞ്ഞ സീസണിലെ ടോപ്പ് സ്കോറർ ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ സ്ട്രൈക്കർ ഡിമിട്രിയോസ് ഡയമണ്ടക്കോസ് നമ്മുടെ ടീം വിട്ടു. സോ ഇതിന്റെയൊക്കെ ശേഷം ഒരു പുതിയ കോച്ച്, പുതിയ സെറ്റ് ഓഫ് പ്ലേയേഴ്സ് ഒക്കെ ആയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ടീം 2024-25 സീസണിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ഇൻ ഡീറ്റെയിൽ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 14th പുലർച്ചെ 2 മണിക്കാണ്. ഈ സമയം വരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി സ്കോഡ് അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷെ ISL വെബ്സൈറ്റിലും അതുപോലെ തന്നെ ISL ഫാന്റസി ലീഗിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള 28 അംഗ സ്ക്വാഡ് ഉണ്ട്. സോ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സ്ക്വാഡ് അനാലിസിസ് ചെയ്യുന്നത്. കഴിഞ്ഞ സീസൺ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കോച്ചായിട്ടുള്ള ഇവാൻ ബുക്കോമിനോവിച്ചിന്റെ പകരം നമ്മുടെ പുതിയ പരിശീലകനായിട്ട് മൈക്കൽ ഷാട്രി വരുന്നു. അദ്ദേഹമാണ് ഈ സീസണിൽ നമ്മുടെ ഹെഡ് കോച്ചായിട്ട് നമ്മുടെ ടീമിനെ നയിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് നോക്കാം. നമ്മുടെ ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റ് ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ 3 പ്ലേയേഴ്സിനെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സച്ചിൻ സുരേഷ്, സോം കുമാർ, നോറ ഫെർണാണ്ടസ്. സോ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഡൗട്ടാണ്, എല്ലാ സീസണിലും 4 ഗോൾ കീപ്പേഴ്സ് നമുക്ക് രജിസ്റ്റർ ചെയ്യാമായിരുന്നു, എന്തുകൊണ്ട് ഈ സീസണിൽ 3 എന്ന് പറയുന്നത്? ISL സ്ക്വാഡിന്റെ സ്ട്രെങ്ത് കുറയ്ക്കുകയും 25 മുതൽ 35 പ്ലേയേഴ്സിനെ വരെ നമുക്ക് രജിസ്റ്റർ ചെയ്യാന്നുള്ള സ്ഥലത്ത് 30 പ്ലേയേഴ്സിനെ മാക്സിമം രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പുതിയ റൂൾ ഉണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ 4 ഗോൾ കീപ്പേഴ്സിനായിട്ട് മസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം 3 ഗോൾ കീപ്പേഴ്സ് ആയിട്ട് കുറയ്ക്കുകയും ISL ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്രാവശ്യം 3 ഗോൾ കീപ്പേഴ്സിനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് ആണ്. സച്ചിൻ തൃശ്ശൂർ സ്വദേശിയാണ്. ഞാൻ നിങ്ങൾക്ക് വലിയ ഇൻട്രൊഡക്ഷനും സച്ചിനെ കുറിച്ച് തരേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ഒരു സീസൺ മുഴുവൻ നിങ്ങൾ സച്ചിന്റെ പെർഫോമൻസ് കണ്ടതാണ്. ആദ്യം ഹെസിറ്റേറ്റ് ചെയ്ത് നിന്നിരുന്ന ഫാൻസ് തന്നെ കൈയടിപ്പിച്ചുകൊണ്ടാണ് സച്ചിന് ISL അരങ്ങേറ്റം കുറിച്ചത്. ISL ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഒരു മിഡിൽ സ്റ്റേജിൽ ഇഞ്ചുറി സംഭവിക്കുന്നത് വരെ ISL എല്ലാ ആഴ്ചയിലും ബെസ്റ്റ് ഗോൾ കീപ്പറിന്റെ ലെവലിൽ വന്നിരുന്നതാണ് സച്ചിൻ സുരേഷ്. സോ അത്ര നല്ല പെർഫോമൻസ് സച്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞ് സർജറി ഒക്കെ കഴിഞ്ഞ് റിക്കവറി ആയി വന്നതിന് ശേഷവും ഇപ്പൊ ഡൂറൻ കപ്പിലെ ലാസ്റ്റ് മാച്ചിൽ സോംകുമാറിന് ഇഞ്ചുറി പറ്റിയപ്പോ ഓൾമോസ്റ്റ് ഫുൾ ടൈം സച്ചിൻ പോസ്റ്റിൽ ഉണ്ടായിരുന്നു. സോ സച്ചിന്റെ കൈകളിൽ ആ പൊസിഷൻ ഭദ്രാന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സെക്കൻഡ് കീപ്പർ സോംകുമാർ ആണ്. സോംകുമാർ ഒരു യങ് കീപ്പറാണ്. സോ എനിക്ക് അദ്ദേഹത്തിന്റെ മാച്ച് കണ്ടിട്ടൊക്കെ അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ബേസ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ആണ്. സോ മേ ബി ഇന്ത്യയിലുള്ള ഇപ്പൊ യങ് ഗോൾ കീപ്പേഴ്സിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റും സോംകുമാറിനെ. നല്ല ബേസുള്ള ഗോൾ കീപ്പറാണ്. ബട്ട് ഹി ലാക്സ് എക്സ്പീരിയൻസ്. യങ്ങർ ആണ്. സോ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യണം. എക്സ്പീരിയൻസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഗെയിൻ ചെയ്തെടുത്താൽ he will be a real assets for the team, not only for Kerala Blasters, for Indian national team എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയും സ്ട്രോങ് ബേസ്ഡ് ഉള്ള ഒരു ഗോൾ കീപ്പറാണ് സോംകുമാർ. നെക്സ്റ്റ് ഗോൾ കീപ്പർ നോറ ഫെർണാണ്ടസ് ആണ്. നോറ ഫെർണാണ്ടസിനെ നമ്മൾ ഈ സീസണിൽ പുതിയതായിട്ട് ഐ ക്ലബ് ആയിട്ടുള്ള ഐസോളിൽ നിന്ന് സൈൻ ചെയ്തതാണ്. നോറനെ സംബന്ധിച്ചിട്ടുള്ള നോറയുടെ മാച്ചസ് ഒക്കെ കണ്ടതിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നോറ ഇസ് എ ഗുഡ് കീപ്പർ ബട്ട് നോട്ട് ഇൻ ദ മോഡേൺ എബിലിറ്റീസ്, അല്ലെങ്കിൽ മോഡേൺ ഗോൾ കീപ്പർ എന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. നോറ ഒരു നല്ല കീപ്പറാണ്. അദ്ദേഹം നല്ല രീതിയിൽ സേവ് ഒക്കെ ചെയ്യും. ബട്ട് ഒരു ഓൾഡ് സ്റ്റൈൽ ഗോൾ കീപ്പർ, നോട്ട് എ സ്വീപ്പർ കീപ്പർ. അതുപോലെ തന്നെ ഇപ്പൊ ഹാർഡ് ടൈമിൽ നല്ല ക്രൂഷ്യൽ സേവുകളൊക്കെ ചെയ്യും. എങ്ങനെയെങ്കിലൊക്കെ ബോൾ സേവ് ചെയ്യും. അതിലൊരു ടെക്നിക്കോ അല്ലെങ്കിൽ ഒരു ഭയങ്കര പെർഫെക്ഷനോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ദ ബേസിക് ഡ്യൂട്ടി ഓഫ് എ ഗോൾ കീപ്പർ ടു സേവ് ഹിസ് പോസ്റ്റ് എന്നുള്ളതാണ്. അത് ചെയ്യാൻ 100% പറ്റുന്ന ഒരു ഗോൾ കീപ്പർ തന്നെയാണ് നോറ ഫെർണാണ്ടസ്. ബട്ട് ഒരു ഓൾഡ് സ്റ്റൈൽ, അതായത് ഓൾഡ് ഗോൾ കീപ്പർ സ്റ്റൈലാണ് നോറ ഫെർണാണ്ടസ് ഫോളോ ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ 3 ഗോൾ കീപ്പേഴ്സ്. നമുക്കിനി അടുത്ത ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകാം. ഡിപ്പാർട്ട്മെന്റ് ഡിഫൻഡേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ISL വെബ്സൈറ്റ് പ്രകാരം 9 ഡിഫൻഡേഴ്സിനാണ് ഈ സീസണിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സോ അതിൽ 4 സെന്റർ ബാക്സും 5 ഫുൾ ബാക്സും അടങ്ങുന്നു. 2 ഫോറിൻ സെന്റർ ബാക്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ പ്ലെയർ മിലോസ് ട്രിൻസിച്ച് ആണ്. മോണ്ടിനെഗ്രൻ പ്ലെയർ ആണ്. കഴിഞ്ഞ സീസണിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉള്ള പ്ലെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു അറ്റാക്കിംഗ് ഇന്ത്യൻ ഉണ്ട്, സെറ്റ് പീസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഗോൾ സ്കോറിംഗ് എബിലിറ്റി ഒക്കെ ഉള്ള ഒരു ഡിഫൻഡറാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പലപ്പോഴും ട്രാക്ക് ബാക്ക് ചെയ്യാത്തതിന്റെ പേരിൽ പുള്ളി ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊരു ടീം ഗെയിമാണ് ഫുട്ബോൾ. സോ ആ ഒരു പ്ലെയറിന് ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉള്ള സമയത്ത് ബാക്കി ടീം അതിന്റെ കൂടെ കോപ്പപ്പ് ചെയ്ത് ഒരു സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറോ റൈറ്റ് ബാക്കോ ഒക്കെ ആ പൊസിഷൻ എടുത്താൽ നമ്മളുടെ ഈ ഡിസ്അഡ്വാൻറ്റേജ് നമുക്കൊരു അഡ്വാൻറ്റേജ് ചെയ്ത് മാറ്റി ഒരു എക്സ്ട്രാ
എബിലിറ്റി ഉള്ള മിലോസിനെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ അത് കഴിഞ്ഞ സീസണിലെ പോലെ ട്രാക്ക് ബാക്ക് ഇഷ്യൂവിൽ തട്ടി നമുക്ക് ഗോളുകൾ കൺസിഡർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. നെക്സ്റ്റ് പ്ലെയർ പ്രീതം കോട്ടയിലാണ്. പ്രീതം കോട്ടയിൽ ഒരു പ്ലസ് ആൻഡ് മൈനസ് ഉണ്ടായിരുന്ന സീസണാണ് കഴിഞ്ഞ സീസൺ ഉണ്ടായിരുന്നത്. അതിൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ചപ്പോൾ പലപ്പോഴും ഓഫ് കളർ ആയിരുന്നു പ്രീതം. സെന്റർ ബാക്കിൽ അത്യാവശ്യം കോമ്പാക്ട് ആയിട്ട് കളിക്കുന്ന പ്ലെയർ ആണ്. കുറച്ച് സില്ലി മിസ്റ്റേക്സ് പ്രീതത്തിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. സോ അത് മാറ്റി നിർത്തിയാൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് പ്രീതം കോട്ടൽ. നെക്സ്റ്റ് സെന്റർ ബാക്ക് നമ്മൾ പുതിയതായി സൈൻ ചെയ്ത ഫോറിൻ പ്ലെയർ ആണ് അലക്സാണ്ടർ കോയിഫ്. അലക്സാണ്ടർ കോയിഫ് ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. സെന്റർ ബാക്കും റൈറ്റ് ബാക്കും ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഒരു ടീമിന്റെ ഒരു സ്ട്രെങ്ത് ഒക്കെ വെച്ചിട്ട് കൂടുതലും മിഡ്ഫീൽഡിലായിരിക്കും നമ്മൾ അലക്സാണ്ടർ കോയിഫിനെ യൂസ് ചെയ്യുക. ഒരു സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരു പ്ലെയർ ഹോർമിപ്പാം ആണ്. ഹോർമിപ്പാം ഭയങ്കര യങ് പ്രോസ്പെക്ട് ആണ്. എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പല ഒക്കേഷൻസിലും ടീമിനെ പ്രതിസന്ധിയിലാക്കിയിട്ട് പൊസിഷൻ ഔട്ട് ചെയ്യാറുണ്ട് ഹോർമിപ്പാം. ഹോർമിപ്പാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റെസ്ട്രിക്ട് ചെയ്യപ്പെടേണ്ട ഒരു പ്ലെയർ അല്ല. അദ്ദേഹം റൈറ്റ് ബാക്ക് കളിക്കുന്ന പല മാച്ചസും ഞാൻ കണ്ടിട്ടുണ്ട്. സോ എനിക്ക് പേഴ്സണലി എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് സെന്റർ ബാക്കിനെയും കാട്ടി കൂടുതൽ ഹോർമിപ്പാം റൈറ്റ് ബാക്ക് കളിച്ച് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് ഫുൾ ബാക്സിലോട്ട് പോവാം. റൈറ്റില് നമ്മളെപ്പോഴും പറയാൻ നമുക്ക് ഷോർട്ടേജ് ഉണ്ടെന്ന്. അതിൽ ഇപ്പോൾ നമ്മുടെ ടീം കളിക്കുന്നത് റൈറ്റിൽ നമ്മൾ ഐബനെ കളിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ലെഫ്റ്റ് വിങ് ആണ് ഐബന്റെ ഫസ്റ്റ് പൊസിഷൻ. പക്ഷെ റൈറ്റ് ഫൂട്ടർ ആയതുകൊണ്ട് ഐബനെ നമ്മൾ റൈറ്റ് വിങ്ങിൽ കളിപ്പിക്കാറുണ്ട്. എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആണ്. ഐഎസ്എൽ എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞ സീസണിൽ ഇഞ്ചറി ആയതുകൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഈ സീസണിൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെയുള്ള പ്ലെയറാണ് സന്ദീപ്. സന്ദീപ് റൈറ്റ് ബാക്കിൽ വരുമ്പോഴൊക്കെ നമുക്കൊരു ഇമ്പാക്ട് ഉണ്ടാകാറുണ്ട്. കുറച്ച് നല്ല ഔട്ട്പുട്ട്സും തരാറുണ്ട്. പക്ഷെ ഫൈനൽ ക്രോസ് നമ്മൊരു ഡെലിവറി ചെയ്യുന്ന ബോക്സിലോട്ടുള്ള ക്രോസസ് ഒക്കെ പലപ്പോഴും പൂറായിട്ട് പോവാറാണ് സന്ദീപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുള്ളത്. ഇനി റൈറ്റ് ബാക്കിൽ ഒരു ഓപ്ഷൻ എന്നുള്ളത് പ്രബീർ ദാസ് ആണ്. ടു ബി ഫ്രാങ്ക്, ഐ എം നോട്ട് ഒഫൻസീവ് ഓൺ എനിവൺ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് ഈ പ്ലെയറിനെ നമ്മൾ സെയിൽ ചെയ്യും അല്ലെങ്കിൽ ലോൺ ഔട്ട് ചെയ്യും എന്നാണ്. കഴിഞ്ഞ സീസണിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പ്രബീർ ദാസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇതുവരെയുള്ള പ്രീ സീസണിലൊന്നും പ്രബീർ കളിച്ചിട്ടോ അല്ലെങ്കിൽ കളിച്ചിട്ട് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കിയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. സോ ആ ഒരു പ്ലെയർ ഈ സീസണിൽ നമ്മളെ കൊണ്ട് അത് മാറ്റി പറയിപ്പിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് ഫോർ മീ ഇറ്റ്സ് ലൈക്ക് നോട്ട് യൂസ്ഡ് പ്ലെയർ മേ ബി എന്നൊക്കെ പറയാണ്ട് വരും. ലെഫ്റ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നവോച്ച ഐവൻ ഇഞ്ചുറി ആയിട്ടുണ്ടായിരുന്ന സമയത്ത് ടീമിന്റെ ഹോൾ റെസ്പോൺസിബിലിറ്റി ആ പൊസിഷനിൽ ഏറ്റെടുത്തിട്ട് ബ്രില്യൻ പെർഫോമൻസും ബ്രില്യൻ ഔട്ട്പുട്ടും നമുക്ക് ടീമിന് വേണ്ടി തന്നൊരു പ്ലെയറാണ് നവോച്ച. സോ ഹോപ്പ്ഫുള്ളി ഈ സീസണിൽ നവോച്ചയുടെ ആ ഫോം കണ്ടിന്യൂ ചെയ്ത് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഓപ്ഷൻ മലയാളി പ്ലെയർ കൂടി ആയിട്ടുള്ള സെയ്ഫ് ആണ് ലെഫ്റ്റിലുള്ളത്. സാറ്റിന്റെ അക്കാഡമിയിൽ നിന്ന് വരുന്നു. പിന്നെ അതിന്റെ ശേഷം മൗലാന അക്കാഡമി, പറപ്പൂർ FC, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീം, സന്തോഷ് ട്രോഫി ടീം, പിന്നീട് ഐ ലീഗ് കളിക്കാൻ വേണ്ടി നമ്മൾ ലോൺ ഔട്ട് ചെയ്ത് ഗോകുലത്തിൽ പോകുന്നു. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ആയി ചെറിയ പ്രായത്തിന്റെ ഉള്ളിൽ തന്നെ. ഒഫെൻസീവ്ലി സെയ്ഫ് നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കാറ്. ഡിഫെൻസീവ് എബിലിറ്റിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഹീസ് എ യങ്സ്റ്റർ, എക്സ്പീരിയൻസിലുകൊണ്ട് അതൊക്കെ കവറപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡൂറന്റിന്റെയും അതുപോലെ തന്നെ പ്രീ സീസണിലും പല മാച്ചസിലും നമ്മൾ അത്യാവശ്യം ടൈം കൊടുത്ത് ഇംപ്രൂവ് ചെയ്യാതെ ഗ്യാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഐ തിങ്ക് ഹി വിൽ യൂസ് ദിസ് സീസൺ ടു ഗ്രോ ഹിസ് ടാലന്റ് ആൻഡ് ഗ്രാബ് ദി ഓപ്പർച്യൂണിറ്റി. ഈ 9 പേരെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊയ്ഫിനെ ഞാൻ കൂടുതലും മിഡ്ഫീൽഡിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബാക്കി 8 പേര് ആണ് നമ്മുടെ ഡിഫൻസീവ് ലൈനുള്ളത്. ബിജോയ് കൂടി നമ്മുടെ ടീമിന് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ISLന്റെ വെബ്സൈറ്റിൽ ബിജോയുടെ പേരില്ല. അതുകൊണ്ടാണ് ബിജോയിനെ പരാമർശിക്കാത്തത്. ബിജോയ് ഇഞ്ചറി ഒക്കെ കഴിഞ്ഞ് ഫിറ്റ് ആയിട്ട് ടീമിന്റെ കൂടെ ഉണ്ട്. ഹോപ്പ്ഫുള്ളി മേ ബി നെക്സ്റ്റ് ചേഞ്ചിൽ നെക്സ്റ്റ് ISL അപ്ഡേഷനിലൊക്കെ ബിജോയുടെ പേരും കൂടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ലെറ്റ്സ് മൂവ് ടു അനദർ ഡിപ്പാർട്ട്മെന്റ്. അടുത്ത ഡിപ്പാർട്ട്മെന്റ് മിഡ്ഫീൽഡേഴ്സ് ആണ്. ഹൂ ഇസ് ക്രിയേറ്റിംഗ് ദ ഗെയിം. സോ ആ മിഡ്ഫീൽഡേഴ്സിന് കേരള ബ്ലാസ്റ്റേഴ്സ് ISLന്റെ വെബ്സൈറ്റ് പ്രകാരം 10 പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സോ അത് പ്ലേയേഴ്സ് ആരൊക്കെയും നോക്കാം. നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അഡ്രിയാൻ ലൂണ, ബ്രേസ് മിറാൻഡ, സൗരവ് മുണ്ടൽ, വിപിൻ മോഹൻ, മുഹമ്മദ് അസർ, മുഹമ്മദ് ഐമൻ, ഫ്രെഡി, അമാവിയ, ഡാനിഷ് ആൻഡ് യുഹിംബ മെത്തെ. സോ ഈ 10 പ്ലേയേഴ്സിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ പല പ്ലേയേഴ്സും വിംഗേഴ്സ് ആണ്. നമുക്കറിയാം, ഇപ്പൊ ലൂണ നമുക്ക് ഏത് പൊസിഷനിൽ കളിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ലൂണ നമ്മൾക്ക് ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ടീമിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്നൊക്കെ അവകാശപ്പെടാവുന്ന ഒരു പ്ലെയർ ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ സീസണിൽ ഇഞ്ചറിക്ക് ശേഷം പെർഫോമൻസിൽ നല്ല രീതിയിൽ ഡിപ്പിംഗ് സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ഡൂറൻ കപ്പിലും പ്രകടമായിരുന്നു. ലെഫ്റ്റ് വിങ്ങർ ആയിട്ടാണ് കൂടുതലും ലൂണനെ നമ്മൾ യൂസ് ചെയ്യാറ്.
അതുപോലെ തന്നെ നമ്പർ 10 പൊസിഷനിലും ലൂണ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിന്റെ റോളിൽ നമ്മുടെ ടീമിൽ കളിക്കാറുണ്ട്. സോ ഈ ഒരു ബാലൻസ് ടീം എവിടെ എത്തും എന്നുള്ളതാണ്. കാരണം നമ്മൾ മറ്റേ ഒരു നല്ല ഒരു ലെഫ്റ്റ് വിംഗറിനെ കൂടി നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്, നോവ സദോയ്. നോവനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സ്ട്രൈക്കർ ഡിപ്പാർട്ട്മെന്റിലാണ്. സോ ഇവർ തമ്മിൽ ഒരു ബാലൻസ് കണ്ടെത്തുക എന്നുള്ളതായിരിക്കും മൈക്കൽ ഷാട്രിയുടെ ഒന്നാമത്തെ ദൗത്യം എന്ന് പറയുന്നത്. സോ നമുക്ക് നമ്മുടെ മിഡ്ഫീൽഡേഴ്സ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ നമുക്ക് ആദ്യം തന്നെ നോക്കേണ്ടത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ്. നമ്മൾ ഡിഫൻഡേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അലക്സാണ്ടർ കൊയ്ഫ് ഒരു പോസിബിൾ ഡിഫൻഡീവ് മിഡ്ഫീൽഡർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആ റോളിലുള്ളത് ഫ്രെഡിയാണ്. ഫ്രെഡി ISL എക്സ്പീരിയൻസ് അങ്ങനെ കഴിഞ്ഞ വർഷം അധികം മാച്ച് എക്സ്പീരിയൻസ് ഒന്നും ഗെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഈ വർഷവും കുറച്ച് പ്രോമിസിങ് സ്റ്റാർട്ടൊക്കെ നമുക്ക് ഫ്രെഡിയുടെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെയുള്ള ഓപ്ഷൻ യൊഹീംബ മേത്തയാണ്. യൊഹീംബ നമ്മുടെ റിസർവ് ടീം വഴി ടീമിൽ വന്നിട്ടുള്ള പ്ലെയർ ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആൾക്കൊരു ACL ഇഞ്ചറിക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഗെയിമിൽ നല്ല രീതിയിലുള്ള ട്രാൻസാക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് ഡിപ്പാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമുക്ക് സെൻട്രൽ മിഡ്ഫീൽഡർ റോളിലുള്ളത് നമ്മുടെ മുഹമ്മദ് അസറാണ്. അസദ് നല്ല വിഷനുള്ള പ്ലെയർ ആണ്. ബോൾ സപ്ലൈക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയർ കൂടിയാണ്. പക്ഷെ ഡിഫൻസീവ് എബിലിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയി ലോങ് ടൈമിൽ ഒരു ഡിസ്ട്രക്റ്റീവ് റോളിലോട്ട് കൂടി കൺവേർട്ട് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ടീമിന് നല്ല യൂസ്ഫുൾ ആകാൻ സാധിക്കും. പിന്നെ വിപിൻ മോഹനാണ് മറ്റൊരു മലയാളി പ്ലെയർ. വിപിൻ ഇസ് എൻ ഗ്രേറ്റ് വിഷനറി. ഒരു ഗ്രൗണ്ടിന്റെ ഏത് ഭാഗത്താണ് ഒരു പ്ലെയർ എക്സ്പെക്ട് ചെയ്ത് പാസ് എക്സ്പെക്ട് ചെയ്യുന്നത് സ്കാൻ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് വിപിനെ തോന്നുന്നത്. എനിയുടെ നാഷണൽ ടീം കോളം എന്ന് പറയാം വിപിനെ കുറിച്ച്. സോ വിപിനെ ഇഞ്ചുറിന്നൊക്കെ റിക്കവേർഡ് ആയി അദ്ദേഹം ഈ സീസണിലെ മികച്ച പെർഫോമൻസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന പറയാം. എനിക്ക് എടുത്തു പറയേണ്ട ഒരു പ്ലെയർ ഡാനിഷ് ഫാറൂഖിനാണ്. ഒരുപാട് പഴിക്കപ്പെടുന്ന ഒരു പ്ലെയർ ആണ്. മിസ് പാസുകൾ കൊണ്ടാണ് എല്ലാവരും ഡാനിഷിനെ പറയുന്നത്. ശരിയാണ്, ഒരുപാട് മിസ് പാസുകൾ ഡാനിഷിന്റെ ഭാഗത്ത് സംഭവിക്കാറുണ്ട്. ഡാനിഷ് ഒരു ഒഫൻസീവ് അല്ലെങ്കിൽ ഒരു ഒഫൻസീവ് ഇന്റന്റ് ഉള്ള ഒരു പ്ലെയർ ആണ് ഡാനിഷ്. ഒരു സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ട് കളിച്ച് കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഔട്ട്സൈഡ് ദ ബോക്സ് എന്നൊക്കെ നല്ല രീതിയിൽ സ്കോറിംഗ് കപ്പാസിറ്റിയുള്ള ഒരു പ്ലെയർ ആണ്. നമ്മൾ സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ട് കളിപ്പിച്ചപ്പോഴൊക്കെ നല്ല ഇമ്പാക്ട് കൊടുക്കാൻ ഡാനിഷിന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ആ പൊസിഷൻ കൺവേർട്ട് ചെയ്ത് ടീമിന് വേണ്ടി എല്ലാ ഡേർട്ടി വർക്കും ചെയ്ത് ഒരു ഡിസ്ട്രക്റ്റീവ് റോളിലൊക്കെ കളിക്കുക, നല്ല രീതിയിൽ ഓപ്പണൻസിന്റെ അറ്റാക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനൊക്കെ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് ഡാനിഷ്. പക്ഷെ പലപ്പോഴും അങ്ങനെ ഇന്റർപ്റ്റ് ചെയ്തെടുത്തപ്പോൾ ഒരു റൈറ്റ് ഔട്ട്പുട്ടിലോട്ട് അല്ലെങ്കിൽ റൈറ്റ് പേഴ്സണലിനെ കണ്ടെത്താൻ ഡാനിഷിന് സാധിക്കാറില്ല. സോ ആ ഒരു പൊസിഷനിൽ ഡാനിഷ് വർക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഇതൊക്കെയാണ് നമ്മളുടെ ഒരു മിഡ്ഫീൽഡിലുള്ളത്. പിന്നെ നമുക്ക് കൂടുതലും വിങ്ങേഴ്സ് ആണുള്ളത്. ഇപ്പൊ സൗരവ് ആയിക്കോട്ടെ, നമുക്ക് റൈറ്റ് വിങ്ങറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആണ്. അതേപോലെ ബ്രൈസ് മിറാണ്ടർ ലെഫ്റ്റ് വിങ്ങറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആണ്. പിന്നെ നമ്മളുടെ ഒരു യങ് പ്രോസ്പെക്ട് ആണ് മുഹമ്മദ് ഐമൻ. റൈറ്റ് ഫുട്ടർ ആണെങ്കിലും ലെഫ്റ്റിലാണ് കൂടുതൽ കഴിഞ്ഞ സീസണിൽ കണ്ടത്. ഇപ്രാവശ്യം നോഹ ആ പൊസിഷനിൽ വരുന്നതുകൊണ്ട് തന്നെ റൈറ്റിൽ നമുക്ക് കൂടുതലും ഐമനെ എക്സ്പെക്ട് ചെയ്യാം. കട്ടിങ് ചെയ്ത് കളിക്കുക എന്ന് പറയുന്നത് ഐമന്റെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. ചെറിയ പാസസ് ഒക്കെ ചെയ്ത് ലെഫ്റ്റിൽ കളിച്ച് കട്ടിങ് ചെയ്ത് ബോക്സിനുള്ളിലോട്ട് വന്ന് റൈറ്റ് ഫുട്ടിലോട്ട് ഷൂട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്. സോ ആ പ്ലെയറിനെ റൈറ്റിൽ കളിപ്പിക്കുന്നത് എത്രമാത്രം ടീമിന് യൂസ്ഫുൾ ആവും എന്നുള്ളത് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഉള്ളത് ബ്രൈസ് മിറാണ്ടയാണ്. നമ്മൾ കഴിഞ്ഞ സീസണിൽ ലോൺ ഔട്ട് ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ മൈക്കൽ ഷാട്രിയുടെ ഒരു ഗെയിം സ്റ്റൈലില് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ബ്രൈസിന് കുറച്ച് ടൈം കിട്ടുന്നതാണ്. വലിയ ടൈം കിട്ടിയില്ലെങ്കിൽ ഒരു ലാസ്റ്റ് 15 മിനിറ്റ്സ് ഒക്കെ എന്തായാലും ബ്രൈസിന് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം വെച്ചാൽ അധികം സമയം ബോള് കാലിൽ വെക്കാണ്ട് ഈ ഒരു ഫസ്റ്റ് ടച്ചിലൊക്കെ ക്രോസ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. നല്ല ക്വാളിറ്റി ബോക്സിലോട്ട് ക്രോസുകൾ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ ആയിട്ടാണ് ബ്രൈസിന് എനിക്ക് തോന്നുന്നത്. മോർ ഡയറക്റ്റ്, അത് കട്ടിങ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് പാസ് കളിച്ച് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സ്ഥലത്ത് ഈസ് വീക്കർ, നോ ഡൗട്ട് ഓൺ ഇറ്റ്. ബട്ട് ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യാണ്, ഒരു സ്പീഡ് കൗണ്ടർ അറ്റാക്ക് റദർ ദാൻ ബിൽഡപ്പ്, അല്ലെങ്കിൽ നമ്മളൊരു 1-0 ഡൗൺ ആയി നിൽക്കണം, അല്ലെങ്കിൽ ഒരു 1-1 നിൽക്കണം, നമുക്ക് മസ്ലിൻ ഗെയിം ആണെന്നൊക്കെ പറയുന്ന സമയത്ത് ലാസ്റ്റ് ഒരു 15-20 മിനിറ്റ്സിൽ അദ്ദേഹത്തിന്റെ പേസ് യൂസ് ചെയ്യും, ബോക്സിലോട്ട് പെട്ടെന്ന് ബോൾ എത്തിക്കാനൊക്കെ പറ്റുന്ന ഒരു പ്ലെയർ ആയിട്ട് മോർ ഡയറക്റ്റ്, അല്ലെങ്കിൽ ഒരു 4-4-2 ഒക്കെ കളിക്കുന്ന സമയത്ത് മോർ ഡയറക്റ്റ് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ബ്രൈസ്. അതുപോലെ തന്നെ സൗരവ് പലപ്പോഴും അതിൻ്റെയൊക്കെ ഷെയ്ഡ് കാണിച്ചിട്ടുണ്ടെങ്കിലും അതൊരു ഔട്ട്പുട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇതുവരെ സൗരവിന് സാധിച്ചിട്ടില്ല. സോ കമ്പാരിറ്റീവ്ലി നമ്മുടെ മിഡ്ഫീൽഡർ എന്ന് പറഞ്ഞാൽ മിക്സ് ഓഫ് ഇൻഎക്സ്പീരിയൻസ് പ്ലെയേഴ്സ് ആണ് ആക്ച്വലി. സോ അത് ഒന്ന് കവറപ്പ് ചെയ്യാനും അതിന് മോർ സ്റ്റെബിലിറ്റി ഉണ്ടാകാനും നമ്മളുടെ സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള അലക്സാണ്ടർ കൊയ്ഫ് ആ പൊസിഷനിൽ വരികയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. സോ ആൻഡ് അലക്സാണ്ടർ കൊയ്ഫ് ആൻഡ് ഫ്രെഡി കോമ്പിനേഷൻ ഇൻ ദ മിഡ്ഫീൽഡ് ആൻഡ് വിപിൻ മോഹൻ ഗോയിങ് ഫോർ എ നമ്പർ 10, അത് നമ്മളുടെ ടീമിനെ
നമ്പർ 10 മീൻസ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. ആ ഒരു പൊസിഷനിൽ വിപിന് വരികയാണെങ്കിൽ ടീമിന് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ വിങ്ങർ ആണെങ്കിൽ ഒരു പ്ലെയറിനെ കൂടി മിഡ്ഫീൽഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അമാവിയാണ്. സോ ഐ മിസ്ഡ് ഔട്ട് സെയിങ് നമ്മൾ ഐ ലീഗിൽ നിന്ന് സൈൻ ചെയ്ത പ്ലെയർ ആണ് അമാവിയ. ഒരു ക്യൂക്ക പ്ലെയർ ആണ് അമാവിയ. ഐ ലീഗിൽ ഐസ് വാളിന് വേണ്ടിയാണ് കളിച്ചിരുന്നത്. കൂടുതലും ലെഫ്റ്റ് വിങ്ങർ റോളിലാണ് കളിച്ചിരുന്നത്. റൈറ്റ് ഫുട്ടർ ആണ്. സോ നമ്മൾ ഇപ്രാവശ്യവും റൈറ്റിൽ തന്നെ ആയിരിക്കും അമാവിയനെ ട്രൈ ചെയ്യുക. കാരണം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വിങ്ങേഴ്സ് ആയിട്ട്. ബട്ട് ലെഫ്റ്റ് പൊസിഷൻ ഇറ്റ്സ് വിൽ ബി നോഹോ സദോയി കളിക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ ഒരു അദ്ദേഹത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഞ്ചുറി വരുമ്പോഴൊക്കെ ആയിരിക്കാം അവിടെ ഒരു വേറൊരു പ്ലെയറിന് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈസ് ടു ഗുഡ് അറ്റ് ദാറ്റ് പൊസിഷൻ. സോ റൈറ്റിലോട്ട് മാറി കളിക്കേണ്ടതായിട്ട് വരും. സോ അങ്ങനെ വരുമ്പോൾ മാവിയ എത്രമാത്രം ഔട്ട്പുട്ട് ടീമിന് ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ആളുടെ ഒരു ഫസ്റ്റ് ISL സീസൺ ആണ്. സോ ISL എക്സ്പീരിയൻസ് ഈസ് സംതിങ് ഡിഫറെന്റ് ദാൻ അതർ ലീഗ്സ്. സോ അത് യൂസ്ഡ് ആയിട്ട് എങ്ങനെ വരുന്നുള്ളത് നമുക്ക് നോക്കി കാണാം. സോ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇസ് സ്ട്രൈക്കിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് ഏറ്റവും ക്രൂഷ്യൽ ഡിപ്പാർട്ട്മെന്റ്. ബിക്കോസ് ഗോൾസ് വിൻസ് മാച്ചസ് എന്നാണല്ലോ. ഗോൾ സ്കോർ ചെയ്യാൻ എബിലിറ്റി ഉള്ള 6 പ്ലേയേഴ്സിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്ട്രൈക്കേഴ്സ് ആയിട്ട് ISLന്റെ വെബ്സൈറ്റ് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ പ്ലെയർ നോവ സദോയാണ്. നോവ നമുക്കറിയാം ഗോൾ സ്കോറിംഗ് എബിലിറ്റി ഉള്ള ഒരു വിങ്ങർ ആണ്. സോ സ്ട്രൈക്കിംഗ് ഒരു നമ്പർ 9ലോ അല്ലെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ടോ കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നോവ സദോയ് വിൽ ബി ഇൻ ദ ലെഫ്റ്റ് ഫ്ലാങ്കിൽ ഡിഫൻസേഴ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയും പ്രോപ്പർ ഡെലിവറീസ് ബോക്സസിൽ കൊടുക്കുകയും അതുപോലെ തന്നെ ബാക്ക് ഓഫ് ദ നെറ്റിൽ ബോൾ എത്തിക്കാനൊക്കെ പറ്റുന്ന ഒരു ക്വാളിറ്റി പ്ലെയർ തന്നെയാണ് നോഹ. നോ ഡൗട്ട് ഓൺ ദാറ്റ്. സോ ഹോപ്പ്ഫുള്ളി ഹി വിൽ ഡെലിവർ ദ ബെസ്റ്റ് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മൾ റീസെന്റ് സൈൻ ചെയ്തിട്ടുള്ള സ്പാനിഷ് സ്ട്രൈക്കർ ആയിട്ടുള്ള ജീസസ് ജിംനിയാസ് ആണ്. ജീസസിനെ വളരെ ലേറ്റ് ആയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു. ലാസ്റ്റ് ഒരു ആഴ്ച ആയിട്ടുള്ള ടീമിന്റെ കൂടെ ജീസസ് ജോയിൻ ചെയ്തിട്ട്. സോ എത്രമാത്രം ഔട്ട്പുട്ട് ജീസസ് നമ്മുടെ ടീമിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇനീഷ്യലി എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ ഒരു കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഓഗസ്റ്റ് വരെ ജീസസ് മറ്റൊരു ക്ലബിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഫിറ്റ്നസ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ബട്ട് നമ്മുടെ സിസ്റ്റമായിട്ട് അഡാപ്റ്റ് ചെയ്യാനും നമ്മുടെ ടീമായിട്ട് ബോണ്ട് ചെയ്യാനും ഒക്കെ പെട്ടെന്ന് സാധിച്ച ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് അഡീഷൻ ടു ദ ടീം. നല്ല ഒരു സ്ട്രൈക്കിംഗ് ക്വാളിറ്റി ഉണ്ട്. അത് മാത്രമല്ല ബോക്സിൽ ഫോക്സ് ആണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അതുപോലെ ബോള് ബോക്സിൽ കിട്ടിയില്ലെങ്കിൽ പുറത്തുനിന്ന് ബോൾ കളക്ട് ചെയ്യാനും റിക്കവർ ചെയ്തെടുത്ത് ചാൻസ് ക്രിയേറ്റ് ചെയ്യാനുമുള്ള ഒരു എബിലിറ്റി അദ്ദേഹത്തിന്റെ മാച്ചസ് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ട്. അതൊരു വളരെ പോസിറ്റീവ് സൈഡാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പോലൊരു ടീമിനെ സംബന്ധിച്ചിടത്തോളം. മൂന്നാമത്തെ ഫോറിനർ കഴിഞ്ഞ സീസണിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കാമേ പെപ്രയാണ്. കാമേ പെപ്രയെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളിലാണ് ആള് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഡൂറൻ കപ്പിലൊക്കെ സ്ട്രൈക്കർ റോളിൽ ഇറങ്ങിയപ്പോൾ ആ പൊസിഷനിലോട്ട് പലപ്പോഴും പെപ്രയ്ക്ക് എത്താൻ സാധിക്കുന്നില്ല. റൈറ്റ് ടൈം ഇൻ ദ റൈറ്റ് പൊസിഷനിൽ എത്താൻ പെപ്രയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സോ സെക്കൻഡ് ബോൾ വിൻ ചെയ്യുക എന്ന് പറയുന്നതായിരിക്കും കാമേ പെപ്രയുടെ റോള് പറയുന്നത്, ടീമിൽ ഡിറ്റർമിൻ ചെയ്യാൻ. സെക്കൻഡ് ബോൾ വിൻ ചെയ്യുക, ബോൾ ഹോൾഡ് ചെയ്ത് അടുത്ത പ്ലെയറിന് കൊടുക്കുക, അല്ലെങ്കിൽ ക്വിക്ക് ബോക്സിലോട്ട് ഷോട്ട്സ് എടുക്കുക. കഴിഞ്ഞ പ്രാവശ്യവും യൂസ്ഫുൾ ഗോളുകളൊക്കെ പെപ്രയുടെ ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യുകയുണ്ടായി. സോ ഇപ്രാവശ്യവും അങ്ങനത്തെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനിയുള്ള 3 ഇന്ത്യൻ പ്ലേയേഴ്സ് ആണ്. രാഹുൽ കെ പിനെ സ്ട്രൈക്കർ ആയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബട്ട് ഐ പ്രിഫർ ഹിം ആസ് എ റൈറ്റ് വിങ്ങർ. ഞാൻ രാഹുലിനെ ഈ സീസണിൽ, കഴിഞ്ഞ സീസൺ നമുക്കറിയാം രാഹുലിന്റെ പെർഫോമൻസ് അത്ര ഗ്രേറ്റ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ ഈ ടൈമിൽ നമ്മുടെ പുതിയ കോച്ചായിട്ടുള്ള മിക്കാൽ സ്റ്റാറയുടെ അണ്ടറിൽ രാഹുൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇഫ് ഹി ഡസന്റ് ഹാവ് എനി ഇഞ്ചറി ഓർ സസ്പെൻഷൻ, ഈ സീസൺ ആയിരിക്കും രാഹുലിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സീസൺ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ സീസണിൽ ഇപ്പൊ ഇവാന്റെ ഒക്കെ സിസ്റ്റത്തിൽ കളിക്കുന്ന സമയത്ത് പലപ്പോഴും കൗണ്ടർ അറ്റാക്ക് വരെ ബിൽഡപ്പിലൂടെയാണ് നമ്മൾ ചാൻസ് ക്രിയേഷന് പോകുന്നത്. പക്ഷെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേസും അതുപോലെ തന്നെ റണ്ണും അല്ലെങ്കിൽ പോസ്റ്റിലോട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഇന്റന്റ് ഒക്കെയാണ്. പലപ്പോഴും നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിന് ആ ഒരു ഇന്റന്റ് കാണിക്കാറില്ല. 10 ഗോൾ അടിച്ചാൽ ചിലപ്പോൾ ഒരെണ്ണേ കയറുള്ളൂ. പക്ഷെ ആ 10 ബോക്സിലോട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഇന്റന്റ് ഇന്ത്യൻ പ്ലേയേഴ്സ് പലപ്പോഴും കാണിക്കാറില്ല. അതിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒരു പ്ലെയർ ആണ് രാഹുൽ കെ പി. സോ ഐ ബിലീവ് ദ സീസൺ വിൽ ബി വെരി ക്രൂഷ്യൽ ഫോർ രാഹുൽ കെ പി. പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്ലെയർ ആണ് ഇഷാൻ പണ്ഡിത, നമ്മുടെ ഇന്ത്യൻ നമ്പർ 9 ആണ്. ഇഷാൻ എത്രമാത്രം ചാൻസ് ആ പൊസിഷനിൽ കിട്ടും എന്നറിയില്ല. പലപ്പോഴും ചാൻസ് കിട്ടിയിട്ടുണ്ട്, അതൊന്നും അങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. പിന്നെ ഇഞ്ചുറീസ് കാരണം പലപ്പോഴും ഇന്ത്യൻ ഔട്ട് ആവാറുണ്ട് സ്ക്വാഡിൽ നിന്ന്. ഇപ്രാവശ്യം ഫുൾ ഫിറ്റ് ആയിട്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ പ്ലെയേഴ്സിനോ അല്ലെങ്കിൽ നമ്മുടെ കോച്ചിനൊക്കെ ഒരു എക്സ്ട്രാ ഓപ്ഷനാണ്. ഒരു ഇന്ത്യൻ സ്ട്രൈക്കർ നല്ലൊരു
പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ ബാക്കി ഫോറിനേഴ്സിനെ 4 പേരെ ലെവലിൽ ഇറക്കുന്ന സമയത്ത് റൊട്ടേറ്റ് ചെയ്യാനും അത് വെച്ച് പുതിയൊരു വേരിയേഷൻ ഉണ്ടാക്കാനൊക്കെ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കാനൊക്കെ കോച്ചുമാർക്ക് സാധിക്കും. സോ ആ ഒരു ലെവലിലോട്ടും കൂടി ഇഷാൻ ഉയരുന്നു പ്രതീക്ഷിക്കുന്നത്. പിന്നെ 6th സ്ട്രൈക്കറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്മളുടെ റിസർവ് ടീമിൽ നിന്ന് തന്നെ കളിച്ചു വന്നിട്ടുള്ള തിരുവനന്തപുരം ചെങ്കൽച്ചുള്ള സ്വദേശിയായിട്ടുള്ള ശ്രീകുട്ടനാണ്. ശ്രീകുട്ടൻ പലപ്പോഴും പ്രീ സീസൺ സ്ക്വാഡിന്റെ ഭാഗമായിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ വർഷത്തെ പ്രീ സീസൺ സ്ക്വാഡിലെ ഭാഗമായിരുന്നു. ഇനി ഔട്ട് ആവാറുണ്ട് ടീമിൽ നിന്ന്. പക്ഷെ ചാൻസസ് വളരെ അപൂർവമാണ് കിട്ടാറ്. സോ ഇപ്രാവശ്യം അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ ഇറ്റ് വിൽ ബി എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അത് ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നതിനെ പ്രതീക്ഷിക്കുന്നു. നല്ല ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കുന്നത് പ്രതീക്ഷിക്കുന്നു. കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സ് ആണ്, എല്ലാവരും നല്ല കാപ്പബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. സോ ഇവര് നമുക്ക് ഗുഡ് ഡെലിവറി ചെയ്യുന്നത് പ്രതീക്ഷിക്കാം. സോ ഇതാണ് നമ്മളുടെ ഒരു ബേസിക് സ്ക്വാഡ് അനാലിസിസ്. ഈ ഒരു ബേസിക് സ്ക്വാഡ് സ്റ്റഡി ചെയ്തിട്ട് എന്താണ് ഞാൻ മനസ്സിലാക്കി എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്മളുടെ ടീം അത്ര ഭയങ്കര ഗ്രേറ്റ് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു ടീമല്ല. പക്ഷെ വി ഹാവ് ടാലന്റ്, വി ഹാവ് ഗുഡ് ഇനഫ് പ്ലേയേഴ്സ്. പക്ഷെ ഇതിൽ ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അഡാപ്റ്റേഷൻ ആണ്. എല്ലാ പ്ലേയേഴ്സും അവരുടെ ഫസ്റ്റ് പൊസിഷനിൽ കളിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ ഒരു പ്ലെയർ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്ലെയറിന്റെ ബെസ്റ്റ് പൊസിഷൻ ആള് ലെഫ്റ്റ് ബാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് വിംഗർ ആയിരിക്കാം, അല്ലെങ്കിൽ റൈറ്റ് വിംഗർ ആയിരിക്കാം. ഇവർക്ക് പലപ്പോഴും സ്വിച്ച് ചെയ്ത് കളിക്കേണ്ടതായിട്ട് വരും. ആ ഒരു പ്രൊഫഷണലിസം പ്ലേയേഴ്സിന്റെ ഭാഗത്ത് ഉണ്ടാവും. നമ്മളും ഫാൻസിന്റെ ഭാഗത്തുനിന്നും ആ ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യണം. കാരണം അവരുടെ ഫസ്റ്റ് പൊസിഷൻ അല്ലാണ്ട് അവർ സെക്കൻഡ് പൊസിഷനിൽ മാറി കളിക്കുമ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ കൊടുക്കുന്ന അതേ പെർഫോമൻസ് സെക്കൻഡ് പൊസിഷനിൽ വന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരതൊരു ലേണിംഗ് സ്റ്റേജ് ആണ്. സോ മേ ബി ഫ്രം ദ ഫസ്റ്റ് മാച്ച് അവർക്ക് അത്രയും വലിയ ഗോൾഡ് ഡെലിവറി ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അതൊരു അഡാപ്റ്റേഷൻ ടൈമിൽ പോകുമ്പോഴോ ഒരുമിച്ച് ട്രെയിൻ ചെയ്ത് വരുന്ന സമയത്ത് അവർക്ക് അതിന്റെ റിസൾട്ട് കൊണ്ടുവരാൻ കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സ് ആണ്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് അഡാപ്റ്റേഷൻ. അവർക്ക് പ്ലേയേഴ്സിന് അവർക്കുള്ള പൊസിഷനിൽ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മുടെ പുതിയ സ്ട്രൈക്കർ ആയിട്ടുള്ള ജീസസ് ജിംനിയാസ് ഗോൾ സ്കോർ ചെയ്യാനും പറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്ന സീസണാണ്. നമ്മളങ്ങനെ ഡൗൺ ദ ടേബിൾ ആവും എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഐ എക്സ്പെക്ട് ദ ടീം ടു ബി ഫിനിഷിംഗ് ഇൻ ദ ടോപ്പ് 4 തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് എല്ലാം ഈ അഡാപ്റ്റേഷന്റെ ഭാഗമായിട്ടുണ്ട്. എത്രമാത്രം നമ്മുടെ പ്ലേയേഴ്സ് ഈ പൊസിഷൻ അഡാപ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇപ്പൊ ലൂണ നോഹോ തമ്മിലുള്ള കോമ്പിനേഷൻ കോച്ച് എങ്ങനെ യൂസ് ചെയ്യുന്നു, മേ ബി ഒരു പ്ലെയറിനെ സബ് ചെയ്തേക്കാം, അങ്ങനെയൊക്കെ ഉള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ അലക്സാണ്ടർ കൊയ്ഫ് എന്ന് പറയുന്ന പ്ലെയർ, നമ്മളെ സെന്റർ ബാക്ക് പ്ലെയറിനെ നമ്മൾ മിഡ്ഫീൽഡിൽ യൂസ് ചെയ്ത് അവിടെ എത്രമാത്രം സ്റ്റെബിലിറ്റി ആ പ്ലെയറിനെ കൊണ്ടുവരാം. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ലീഗിന്റെ മുന്നോട്ടുള്ള പോക്കും നമ്മളുടെ ടീമിന്റെ ഫ്യൂച്ചറും തീരുമാനിക്കാൻ പോകുന്നത്. നല്ല ടാക്ടീഷ്യനാണ് മൈക്കൽ ഷാട്രെ. അതുപോലെ തന്നെ നല്ലൊരു ടീം കൂടെ ഉണ്ട്. ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടി.ജി. പുരുഷോത്തമൻ കോച്ച് കൂടെ ഉണ്ട്. സോ ഇങ്ങനൊരു ടീമിന്റെ അണ്ടറിൽ ഈ പ്ലേയേഴ്സ് എല്ലാവരും ഈ സിസ്റ്റത്തിലൂടെ അഡാപ്റ്റ് ചെയ്യാം. പിന്നെ വേറൊരു പോസിറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള യങ് പ്ലേയേഴ്സിന് ചാൻസ് കൊടുക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് പോലെ മറ്റൊരു ടീമില്ല. സോ ഇവര് ഇന്ന് അവർ അഡാപ്റ്റ് ചെയ്യുന്ന പൊസിഷനിൽ അവർ ബെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ബി ഇൻ ദ ലെവൽ. ഇപ്പോ ബിപിൻ മോഹൻ ആണെങ്കിലും അസർ ആണെങ്കിലും ഐമൻ ആണെങ്കിലും കമ്പാരിറ്റീവ്ലി ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് അല്ല. പക്ഷെ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് അവരുടെ പെർഫോമൻസ് ഡെലിവർ ചെയ്യാൻ സാധിച്ചാൽ അവർക്ക് ഷുവർ ഷോട്ട് ലെവലിൽ വരുന്ന പ്ലേയേഴ്സ് ആണ്. സോ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് അവർ ഇരു കൈകളിലും നീട്ടി സ്വീകരിച്ച് അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് മാച്ച് തിരുവോണത്തിന് എന്താണ് 15th. സോ അതിന്റെ ഒരു പ്രീ മാച്ച് വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം അനസ് യൂസഫ്.